അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റാർ ക്വസ്റ്റ് അൽ അദീബ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് പീസ് റേഡിയോ സംഘടിപ്പിച്ച അൽ അദീബ് മത്സര പ്രോഗ്രാമിലെ ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്, എന്തൊക്കെ പ്രോഗ്രാമുകളാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അറബി ഭാഷയുടെ കുറേയേറെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നല്ലോ. അതെ. അപ്പോൾ ഈ അറബി ഭാഷയ്ക്ക് ഉള്ള ചില ശാസ്ത്ര സംഭാവനകളുണ്ട്. അറബി ഭാഷ എന്നല്ല, അറബികൾ നൽകിയ കുറേ ശാസ്ത്ര അതെ സംഭാവനകളുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുക, ചില ആളുകളൊക്കെ വിമർശിച്ച് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു തീപ്പെട്ടി കൊള്ളിയെങ്കിലും നിങ്ങൾ അറബികൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ കണ്ടുപിടിച്ചിട്ടുണ്ടോന്ന്. അല്ലേ? അവർ ചരിത്രം പഠിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് ചരിത്രം പഠിക്കാൻ അവർക്ക് ചരിത്രം കിട്ടാനില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഉള്ള ചരിത്രമൊക്കെ അവർ മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഖവാറസ്മി. അതെ. അല്ലേ? ഈ നമ്മുടെ എന്താ പറയുക, ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ്. അതെ. അൽ ഖാരിസ്മി എന്നൊക്കെ ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്ന ഖവാറസ്. ആൾജിബ്ര ഒക്കെ കണ്ടെത്തിയ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹം ഒരു അറബിയായിരുന്നു, അതെ. മുസ്ലിമായിരുന്നു. അതുപോലെ അവിസന്ന, അവിസന്ന, ഇബ്നു സീന ഇബ്നു സീന, അതായത് നമ്മുടെ ഈ എന്താ പറയുക, വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രത്തിന്റെ രംഗത്ത് പിതാവ് എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോഴും എനിക്ക് തോന്നുന്നു MBBS ഒക്കെ പഠിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് റഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇബ്നുൽ ഹൈസം ആ. എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതൻ, ഈ ഒപ്റ്റിക്സിന്റെ ഒക്കെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അതിങ്ങനെ നോക്കിയാൽ കുറേയേറെ ആളുകൾ, മുസ്ലിങ്ങളായ പണ്ഡിതന്മാർ, അൽബറൂനി അല്ലെ, ഗോളശാസ്ത്രത്തിൽ കുറേ സംഭാവനകൾ നൽകിയ അൽബറൂനി ഉണ്ട്. പിന്നെ അതേപോലെ ഉണ്ട് ഈ നമ്മൾ ഈ കുട്ടികളൊക്കെ ടൂർ പോലെ ഈ പ്ലാനറ്റേറിയം ഒക്കെ കാണാം. ഈ ലോകത്ത് ആദ്യമായിട്ട് പ്ലാനറ്റേറിയം ഉണ്ടാക്കിയ ആളാണ് അബ്ബാസ് ബിൻ ഫിർനാസ് എന്നറിയപ്പെടുന്ന ഒരു അറബി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരു ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഒരുപാട് സംഭാവന നൽകിയ ആൾ. ഇങ്ങനെ ഒട്ടനവധി ആളുകൾ അറബികളിൽ നിന്നുള്ള സംസാരിക്കുന്ന ആളുകൾ. കാരണം അത് മാത്രമല്ല, പിന്നീട് ഈ അറബി ഗ്രന്ഥങ്ങൾ ഈ അബ്ബാസിയ ഭരണകാലത്തടക്കമുള്ള കാലങ്ങളിൽ വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് യൂറോപ്യന്മാരിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, അതെ, ഈ വിവരങ്ങൾ എത്തൽ തുടങ്ങി. ഈ അബ്ബാസികളുടെ തകർച്ചയോടുകൂടി ഒരുപാട് അറബി ഗ്രന്ഥങ്ങളുടെ ശേഖരം തന്നെ കത്തിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഇന്ന് നമുക്ക് ലിഖിതങ്ങളായിട്ട് കിട്ടുകയാണെങ്കിൽ കുറേയേറെ അത്ഭുതങ്ങൾ മാത്രമല്ല, കുറേ ലോകം ഇനി മുൻപോട്ട് പോകുമായിരുന്നു. ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊക്കെ ചില ഭാഗ്യക്കേടുകളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശാസ്ത്രരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകാൻ അറബികൾക്കും അറബി ഭാഷക്കും സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക്. എന്ന് മാത്രമല്ല, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട് അറബിയിൽ നിന്ന്. ഇങ്ങനെ പറയുമ്പോഴേ വക്കീൽ, അതെ, അൽജിബ്ര, അൽജബർ എന്ന വാക്കിൽ നിന്ന്, അറബി പദത്തിൽ നിന്ന് വന്ന സാധനമാണ്. അതെ. അതേപോലെ തന്നെയാണ് എന്താ പറയുക, അൽഗോരിതം പറയാറുണ്ട്. അത് ഖവാറസ്മിയിൽ നിന്ന് വന്ന സാധനമാണ്. അതേപോലെ തന്നെ കീമിയ, ഇത് കെമിസ്ട്രി എന്നുള്ളത് കീമിയയിൽ നിന്ന് വന്നത് ഒരു സംഗതിയാണ്. പിന്നെ ആൽക്കഹോൾ, എന്താ ഹക്കിലോ അങ്ങനെ എന്തോ ഒരു വാക്കാണ്, അൽ കഹൽ എന്ന വാക്കിൽ നിന്നാണ് ആൽക്കഹോൾ വന്നത്. അല്ലേ? നമ്മുടെ നാട്ടിലും ഒരുപാട് സാധനം, ബസ്, അതുപോലെ തന്നെ ബാക്കി, സാബൂൻ, ഇങ്ങനെയൊക്കെ പറയും കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോഴും നമ്മൾ കോടതി ഭാഷകളടക്കം ഉപയോഗിക്കുന്ന വക്കാലത്ത്, അതെ, മുൻസിഫ് കോടതി എന്നൊക്കെ പറയുന്നല്ലോ. അത് നമ്മൾ എന്താ പറയുക, വക്കീലന്മാർക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വക്കാലത്ത്. അതെ, ഇതൊക്കെ അറബി ഭാഷയുടെ സംഭാവനകളാണ്. അത് ഇന്ത്യയിൽ വരെ ഇപ്പോഴും അത് ഉപയോഗിച്ചു വരുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ ചില അറബി പേരുകളുള്ള സ്ഥലങ്ങളുടെ പേരുമാറ്റങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അതിൽ കാര്യമില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ്. വരുന്നൊരു തലമുറയെ എങ്ങനെ ചരിത്രത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാം എന്നാണ് ഫാസിസ്റ്റുകൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നടത്തുന്നത്. പക്ഷേ അപ്പോഴും ഇപ്പോൾ പഴയ മാതിരിയല്ല, പുസ്തകങ്ങൾ കത്തിച്ചാൽ തീരൂല. അതൊക്കെ എന്താ പറയുക, ഈ പറയും പോലെ AI കാലത്ത് ChatGPT മുതൽ ജെമിനി വരെ എല്ലാവരും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് പോകാം. ആദ്യമായിട്ട് ആരാണ് നമ്മോടൊപ്പം ചേരുന്നത്? അംന ഫാത്തിമ തമീം, 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, സെൻറ്റ് ജോസഫ് LP സ്കൂൾ. സ്ഥലം പറഞ്ഞിട്ടില്ല. നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ അറബി ഗാനമെന്ന്. അതെ. السلام عليكم ورحمة الله. كتبها أبو بكر مولوي ملابر في بحر الرمل. فاعلات فاعلات فاعلون فاعلات فاعلات فاعلون إنما
أنبت زرعا وأهراج المياه كور شمس لنا والقمرا طير طيرا وسير الهوى سير الأرض وكرم الورى كلما يفسد هذه الأرض لا تقربوا واحذروا أن تبذروا كلما يفسد هذه الأرض لا تقربوه واحذروا أن تبذروا لا تبلوا تتأوتوا في المياه أو طريق الناس أو تحت شجر وأميتوا كل شر وعدا هكذا قال لنا خير البشر وأميتوا كل شر وأذى هكذا قال لنا خير البشر إن ذا المادة بلاستيك لوثة تفسد الأرض وتذهب بالهلال حاربوها حاربوها حاربوا أنقذوا أرضكم وخلروا حاربوها حاربوها حاربوا أنقذوا أرضكم وخلروا إن ذا الأرض لنا نهيالها نرأها حيا فقوموا شمروا نرأها حيا فقوموا شمروا نحبه من كل شر بادروا السلام عليكم ورحمة الله മാഷാല്ലാ. അംന ഫാത്തിമ തമീം 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. നല്ലൊരു അറബി കവിത അല്ലെ, റംല് ബഹറിൽ വന്നിട്ടുള്ള. ഈ ബഹറുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖ തന്നെയുണ്ട്, ഇൽമുൽ അറൂല് അല്ലെ. നമ്മൾ അറബി ഭാഷ പഠിക്കുന്ന ആളുകളൊക്കെ കുറഞ്ഞൊരു ഭാഗമെങ്കിലും പഠിച്ചിരിക്കണം ഈ ഒരു സാധനം എന്നുള്ളതാണ്. അതൊരു രസകരമായ സംഗതിയാണ്. ഈ അറബി കവിതകളുടെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ആളുകൾക്ക് നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ശാസ്ത്ര ശാഖയാണ് ഇൽമുൽ അറൂൽ. ഏതായിരുന്നാലും നമ്മൾ മുന്നോട്ട് പോകുന്നു. അടുത്തത് വീണ്ടും അംനയാണ്. അംന പി എ. എന്താണ് അംന പി എ? എവിടുത്തുകാരിയാണ്? അൽ അമീൻ പബ്ലിക് സ്കൂൾ, ശ്രീമൂലനഗരം, ആലുവ. ശ്രീമൂലനഗരം ആലുവയിൽ നിന്ന് 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരു അറബിക് സോങ്ങുമായി നമ്മോടൊപ്പം ചേരുന്ന അംന പി എ. رقت عيناي شوقا ولطيبة ذرفت عشقا فأتيت إلى حبيبي فديا قلب ورفقا صلي على محمد السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي
نبي الله السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله يا رسول الله قلب بالحق تعلق وبغاره راء تعلق يبكي يسأل خالقه فأتاه الوحي فأشرق اقرأ اقرأ يا محمد قلب بالحق تعلق وبغاره راء تعلق يبكي يسأل خالقه فأتاه الوحي فأشرق اقرأ اقرأ يا محمد السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله يا رسول الله يا طيبة جئتك صبا لرسول الله محبا بالروضة سكنت روحي وجوار الحادي محمد يا طيبة جئتك صبا لرسول الله محبا بالروضة سكنت روحي وجوار الحادي محمد السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله يا رسول الله മാഷാ അല്ലാ ബറക്കല്ലാഹു ഫീക്ക്. നല്ലൊരു അറബിക് സോങ് അല്ലേ? യെസ്. മാഷാ അമ്ന അല്ലാ. പി എ ഇത് ഈ ഒരു പാട്ട് നല്ല എന്താ പറയുക, നല്ല നീട്ടി ഉച്ചരിച്ച് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതെ. അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പാട്ടാണല്ലേ? അതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാമത്തും അത് പറഞ്ഞു മഗ്ഫിറത്തും മനസ്സിലാ- റഹ്മത്തൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു മനോഹരമായ ഗാനം തന്നെയാണ്. അടുത്ത് നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാനുള്ളത്. MLP സ്കൂൾ ഇരുവേറ്റിയിൽ നിന്നുള്ള ഒരു 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പേര് അൻഹ അലി MK അല്ലേ? ഓക്കെ, അറബി ഗാനം തന്നെയാണ്, കേൾക്കാം നമുക്ക്. عليكم ورحمة الله وبركاته أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلموا لليمن أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلموا لليمن تعصبنا وشيعتنا تعصبنا وشيعتنا إلى الإفسان جمعنا إلى الخسران يجلبنا
علينا أن نقودنا إلى الطرق الخير وندفعنا من الردى سبيل الأخيار علينا أن نقودنا إلى الطرق الخير وندفعنا من الردى سبيل الأخيار وزد زد سبلا سهلا جدا وزد زد سبلا سهلا جدا لنا الفوضى أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلموا لليمن لا اعترافة في الإنسان عادت الكارة كالحيوان لا اعترافة في الإنسان عادت الكارة كالحيوان هي هي سلامتك هي هي سلامتك حياتنا ننسى أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلموا لليمن لبس أناس جلود الوحوش حزن الوحوش بهول يناس لبس أناس جلود الوحوش حزن الوحوش بهول يناس نحي نحي تواتكلا نحي نحي تواتكلا شجاعنا زعماء أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلموا لليمن أيا زعماء أناسنا تعالوا للأمن أيا أمراء بلادنا هلموا لليمن شكرا മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്. അൻഹ അലി മാലിക് അല്ല സോറി അൻഹ അലി MKയുടെ ഒരു അറബിക് സോങ് ആയിരുന്നു. ജൗഹറെ എന്താ പറയുന്നത്? ഈ പാട്ട് നമ്മളിങ്ങനെ നമ്മളൊക്കെ മദ്രസയിലൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഏ. സ്ഥിരമായിട്ട് കേട്ടിരുന്ന ഒരു പാട്ടാണല്ലേ? പാട്ട് തന്നെയാണ്. മത്സരവേദികളിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാറുള്ള മനോഹരമായ പാട്ടാണ് നമ്മൾ അൻഹമോള് പാടിയിട്ടുള്ളത്. ആ പാട്ടിനെ കുറിച്ച് ഞാനിങ്ങനെ ആ. എൻ്റെ കൂടെ ഇങ്ങനെ പോയി അതാ ഞാൻ ചോദിച്ചത് എന്താ ഇതിനൊക്കെ പറയാന്ന് ചോദിച്ചാൽ. കാരണം അത്രയേറെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല ഉഷാറായി പാടിയിട്ടുണ്ട് അല്ലേ? ഓ മാഷാ അല്ലാ, 3ാം ക്ലാസ്സിലെ കുട്ടിയാണ്, അതാണ് അതെ, ഇതിന്റെ ആ ഒരു പ്രത്യേകത. പ്രായത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിക്ക് പാടിയിട്ടുണ്ട് എന്ന് പറയാം. യെസ്, മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഏതായിരുന്നാലും നമ്മുടെ പ്രോഗ്രാം ഇവിടെ അല്ല, ദീപിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതെ. അപ്പോൾ നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാ അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.